ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2030 പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് 500 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ പ്രദേശിലും ത്രിപുരയിലുമായി വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യത്ത് ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു. പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. 2030 പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് 500 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ പ്രദേശിൽ 5100 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ പ്രയോജനങ്ങൾ ലഭിക്കുന്നവരിൽ ഏറെയും സ്ത്രീകളായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പരിഷ്കാരങ്ങൾ പ്രതിമാസ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് ത്രിപുരയിൽ എത്തിയ ശ്രീ നരേന്ദ്രമോദി പ്രസാദ് പദ്ധതിക്ക് കീഴിൽ മാതാ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിലെ വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ ഇന്ന് നിലവിൽ വരും. പദ്ധതിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയും. ചരക്ക് സേവന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ 12-28% സ്ലാബുകൾ ഒഴിവാക്കി 5-18% എന്നിങ്ങനെ 2 സ്ലാബുകളായി ചുരുങ്ങി. 99% ഉൽപ്പന്നങ്ങൾക്കും 5% മാത്രമായിരിക്കും നികുതി. GST പരിഷ്കരണം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പരിഷ്കരണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. GST പരിഷ്കരണം നിലവിൽ വന്ന ശേഷം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് വലിയങ്ങാടിയിലെ കടകളിൽ സന്ദർശനം നടത്തി വ്യാപാരികളുമായി സംവദിച്ചു. വ്യാപാരികൾ പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനുമായി സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ ഭാവി വികസന പദ്ധതികളിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണ് വികസന സദസ്സിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവി വികസന സാധ്യതകൾ, അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും ഒട്ടേറെ അഭിപ്രായങ്ങൾ നാട്ടിലുണ്ടാവും. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക, അവയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നവ ഉൾപ്പെടുത്തുക. അങ്ങനെ ജനങ്ങളെ കൂടി കേട്ടുകൊണ്ട് നാടിന്റെ ഭാവി വികസനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുക. ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ എന്നിവർ മുഖ്യ അതിഥികളായി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും. ജവാൻ, 12th ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം യഥാക്രമം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും സമ്മാനിക്കും. റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഉർവശിയും ഏറ്റുവാങ്ങും. ചടങ്ങിൽ നടൻ മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ പത്തനംതിട്ടയിലെ ഇലന്തൂർ ഗ്രാമവും പുന്നയ്ക്കൽ തറവാടും. പായസമടക്കം മധുരം വിളമ്പിയാണ് ഈ സന്തോഷം ആഘോഷിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ന മോഹൻലാലിന്റെ അമ്മയുടെ തറവാടാണ് ഇലന്തൂരിലുള്ളത്. 200 വർഷം പഴക്കമുള്ള 4 കെട്ടോടുകൂടിയ പുന്നയ്ക്കൽ തറവാട്ടിൽ സ്ഥിരതാമസമില്ലെങ്കിലും അവകാശികളായ അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മാവന്റെ മക്കളായ ശ്രീലേഖയും ഭർത്താവ് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥും ചേർന്ന് വീട് അതേപടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷന് 1/2 കിലോമീറ്റർ മാറിയാണ് പുന്നയ്ക്കൽ തറവാട് സ്ഥിതി ചെയ്യുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ നഗരങ്ങളിലെ ഭവന നിർമ്മാണവും ഗതാഗത വികസനത്തിലെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങളും പ്രതിഫലിക്കുന്നു. അതിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയായി വളർന്നിരിക്കുകയാണ് ഇന്ത്യ. 2014 മുൻപ് രാജ്യത്ത് 250 കിലോമീറ്റർ മെട്രോ റൂട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മെട്രോ ശൃംഖല 1000 കിലോമീറ്ററിലധികം വികസിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2014 से पहले देश में सिर्फ 250 किलोमीटर ही मेट्रो रूट था. आज देश में मेट्रो रूट 1000 किलोमीटर से भी ज्यादा का हो गया है. നഗരപ്രദേശങ്ങളിൽ ഗുണനിലവാരമുള്ള ഭവനങ്ങൾ ലഭ്യമാകുന്നതിലൂടെ ഓരോ പൌരനും അന്തസ്സുള്ള ജീവിതം ഈ സർക്കാർ ഉറപ്പാക്കുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ നഗരപ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ഭവനങ്ങൾ നൽകി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നേമത്ത് ഔദ്യോഗിക സ്വീകരണം നൽകി. ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്ര കടന്നുപോകുന്ന സമയങ്ങളിൽ തിരുവനന്തപുരം നഗരാതിർത്തിക്കുള്ളിൽ പള്ളിച്ചൽ മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയുള്ള റോഡിൽ ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. രാത്രി 8 മണിവരെ ആയിരിക്കും നിയന്ത്രണം. ചാലപ്പുറം കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടിയും സർഗോത്സവ സമിതി അധ്യക്ഷയുമായ വിധുമാല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മുഖ്യ അതിഥിയായി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ 6 വിക്കറ്റിന് കീഴടക്കിയിരുന്നു. നാളെ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. അർജന്റീന ടീം കളിക്കുക കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഒരുക്കങ്ങൾ തകൃതിയിൽ നടന്നുവരികയാണെന്നും മന്ത്രി നിലമ്പൂരിൽ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സംയോജിത ബോധവൽക്കരണ പരിപാടിയുടെ മുന്നോടിയായി തിരുവനന്തപുരം വേളിയിൽ കടൽ തീര ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. നാളെ ലോക ആയുർവേദ ദിനം. ആയുർവേദം വെറുമൊരു ആരോഗ്യ സംരക്ഷണ സംവിധാനമല്ല, മറിച്ച് വ്യക്തിക്കും പരിസ്ഥിതിക്കും ഇടയിലുള്ള ഐക്യത്തിന്റെ തത്വത്തിൽ വേരൂന്നിയ ഒരു ജീവശാസ്ത്രമാണെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. ജനങ്ങൾക്കും ഗ്രഹത്തിനും വേണ്ടിയുള്ള ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിന പ്രമേയം. 10ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് 14.39 കോടി രൂപയുടെ 12 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. VK പ്രശാന്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 466 പോയിന്റ് താഴ്ന്ന് 82,160-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 125 പോയിന്റ് നഷ്ടത്തിൽ 25,202-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില റെക്കോർഡിലേക്ക്. ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 10,365 രൂപയും പവന് 680 രൂപ വർദ്ധിച്ച് 82,920 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 2030ഓടെ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് 500 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ പ്രദേശിലും ത്രിപുരയിലുമായി വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യത്ത് ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു. പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.